ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷ് ചോദിക്കുന്ന ചോദ്യവുമുണ്ട്. എന്താണ് പറയുന്നത്? മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, മരുമകനെയും ക്ഷണിക്കേണ്ടതുണ്ടോ എന്നാണ്. കേൾക്കാം ആ വാക്കുകൾ. ഗവൺമെന്റ് എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പ്രതികരിക്കുന്ന ബിജെപി നേതാക്കളോട് നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കാതെ പോകുന്ന ചോദ്യമുണ്ട്. അറിവുകേട് കൊണ്ടാണോ അതല്ല ബോധപൂർവം ചോദിക്കാതിരിക്കുകയാണോ എന്ന കാര്യത്തിലെ സംശയമുള്ളൂ. എന്താണ് ചോദ്യം? ഇന്ന് പത്രങ്ങളിൽ കൊടുത്ത പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ 2 സംസ്ഥാന മന്ത്രിമാരുണ്ട്. കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും. കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും ഈ പത്രപ്രശ്നത്തിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യമാണ്. അതിൽ പറയുന്നുണ്ട് 2 പേർ പങ്കെടുക്കും എന്ന്. ഈ 2 പേരും സംസ്ഥാനത്തെ മന്ത്രിമാരാണല്ലോ. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ 2 മന്ത്രിമാരെ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ 2 മന്ത്രിമാരെ ക്ഷണിച്ചത് എന്ന ചോദ്യം എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ബിജെപി നേതാക്കളോട് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് അത്തരമൊരു ചർച്ച കേരളത്തിൽ ഉയർന്നു വരാത്തത്? അപ്പോൾ മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തിയതിൽ പ്രത്യേക കാരണമുണ്ട്. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ കൃത്യം ബിജെപിയുടെ രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? പി എ മുഹമ്മദ് റിയാസിന്റെ മതമാണോ? അല്ല, പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടാണോ? എന്തിനാണ് പി എ മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല ബിജെപി നേതാക്കൾക്ക്, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്ക്. എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന ചോദ്യത്തിന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. മറുപടി പറയാൻ കഴിയുന്നില്ല ബിജെപി നേതാക്കൾക്ക്. അപ്പോഴൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനെയും ക്ഷണിക്കണോ, മുഖ്യമന്ത്രിയുടെ മരുമകനെയും ക്ഷണിക്കണോ? പി എ മുഹമ്മദ് റിയാസാണ് കേരളം ഭരിക്കുന്നത് എന്ന് അറിഞ്ഞില്ലായിരുന്നു. പി എ മുഹമ്മദ് റിയാസാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? കേരള സർക്കാരിനെ നയിക്കുന്നത് പി എ മുഹമ്മദ് റിയാസാണോ? തുടങ്ങിയ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് നമ്മുടെ ബിജെപി നേതാക്കൾ ചെയ്യുന്നത്. അപ്പോഴൊന്നും നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല പിന്നെ എന്തിനാണ് 2 മന്ത്രിമാരെ ക്ഷണിച്ചത് എന്ന്. 2 മന്ത്രിമാരുടെ പേര് കൃത്യം ക്ഷണപത്രികയിലുണ്ട്. അവർക്ക് 2 പേർക്കും ക്ഷണക്കത്ത് ലഭിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് തനിക്ക് ക്ഷണക്കത്ത് ലഭിച്ചത് എന്നും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എം പി രാജേഷ്. ആ വാക്കുകൾ കേൾക്കാം. ഞാൻ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചിരുന്നു. ഇന്നലെയാണ് എന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്. 24 മണിക്കൂർ മുമ്പ്, ഇന്നലെ ഈ സമയത്താണ് അറിയുന്നത്. അവസാന നിമിഷം നിശ്ചയിച്ച പരിപാടികൾ മാറ്റിയിട്ട് പോകേണ്ടതില്ല എന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചു. ഇവിടെ ബെന്നി ബെഹനാനെ ക്ഷണിക്കുന്നുണ്ട് കോൺഗ്രസ് എം പി, ഹൈബീഡനെ ക്ഷണിക്കുന്നുണ്ട് കോൺഗ്രസ് എം പി, ഉമാ തോമസിനെ ക്ഷണിക്കുന്നുണ്ട് സ്ഥലം MLA, പരിപാടി നടക്കുന്ന സ്ഥലത്തെ MLA. പക്ഷേ 2 പ്രധാനപ്പെട്ട എം പിമാരെ ക്ഷണിച്ചിട്ടില്ല. അത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്, മറ്റൊരാൾ MK രാഘവനാണ്. 2 പേരുടെയും മണ്ഡലത്തിലെ റീച്ചാണ്, ദേശീയപാതയുടെ റീച്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, പണി പൂർത്തിയായ റീച്ച്. ആ പരിപാടിയിൽ സ്ഥലം MP പങ്കെടുക്കേണ്ടതില്ലേ? കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് MP മാർ. ആ MP മാർ പങ്കെടുക്കേണ്ടതില്ലേ? ആ MP മാരെ ക്ഷണിച്ചിട്ടില്ല. എന്നിട്ട് പോലും നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം പറയുന്നില്ല, വിമർശിക്കുന്നില്ല ബിജെപിയെയും കേന്ദ്ര സർക്കാരിനെയും എന്നോർക്കണം. എന്തൊരു കരുതലാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്ക് ബിജെപിയോട് എന്നോർക്കണം.